എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ഗണേഷ്. മുരളിയെ കാണാൻ മുമ്പ് വന്നിട്ടുണ്ട്. ആ, എനിക്ക് ഓർമ്മയുണ്ട്. അവനെവിടെ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. അറിഞ്ഞില്ലേ, മുരളേട്ടൻ ദുബായിലേക്ക് പോയി. അവിടെ ഒരു കമ്പനിയിലെ ഡ്രൈവറായിട്ട്. അയ്യോ. എന്താ മോനെ? അല്ല, പണ്ട് ഞാനും മുരളി ഒരേ സ്റ്റാൻഡിൽ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോഴല്ലേ എനിക്ക് എയർ എക്സ്പോർട്സിൽ ഡ്രൈവറായി വേക്കൻസി ഇട്ട് ഞാൻ പോയത്. ഓഹോ. ഇടയ്ക്കിടയ്ക്ക് മുരളി കാണുമ്പോ ചോദിക്കുമായിരുന്നു അവനും കൂടെ അവിടെ ഒരു ജോലി സെറ്റാക്കാൻ. അവന്റെ പേര് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാ ഇപ്പൊ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. രാവിലെ അവനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാ ഞാൻ നേരിട്ട് വന്നത്. ഗൾഫുകാരന് ഇനി ജോലി വേണ്ടല്ലോ. എന്തായാലും കുറച്ചു ദിവസം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവൻ നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ഭേദപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് നന്ദനല്ലേ? നമ്മള് മുമ്പ് ഓട്ടോ ഓടിച്ചിരുന്ന സമയത്ത് മുരളിയോടെ കണ്ടിട്ടുണ്ട്. സിദ്ധാർത്ഥ സാറിന്റെ മോനല്ലേ? എനിക്കറിയാം. ഗണേശൻ ഇപ്പോ എയർ എക്സ്പോർട്ടിലാണ് ജോലി. അതെ. അതുകൊണ്ട് ജീവിതം വലിയ തെറ്റില്ലാതെ പോകുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് എയർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ പറ്റി. വലിയ ഫേമല്ലേ? 100-200 സ്റ്റാഫ് ഉണ്ട് ഇപ്പോ. ഒരുപാട് ഓട്ടോ ഉണ്ട്. നല്ല ജോലി ചെയ്യണം. ശമ്പളമൊക്കെ കൃത്യ. നാട്ടില് പലയിടത്തും ജോലിക്ക് ശ്രമിച്ചതാ. നടക്കാതെ വന്നപ്പോഴാ പിന്നെ അങ്ങോട്ട് പോയത്. ഇവളുടെ ആങ്ങളയുടെ ശ്രമത്തിലാ പോവാൻ പറ്റിയ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, ചായ കുടിച്ചിട്ട് പോവാം. ഒന്നും വേണ്ട, ഡ്യൂട്ടിക്ക് കയറണം. എന്തായാലും ഇത് അവന് വേണ്ടി നോക്കിയ ജോലിയാ. എന്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഇതിവിടെ വെച്ചോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. മുരളേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു എയർ എക്സ്പോർട്സിലെ ജോലിയെ പറ്റി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്റെ വിധി ഗൾഫിലെ ജോലിയായിരിക്കും. മോൻ കയറിയിരിക്കെ. ഗൗരി ചായ ഇട്. വാ മോനെ.